നല്ല ചൂട് കൊഴുക്കട്ട വായിലേക്ക് ഇട്ടിട്ടുള്ള കളിയാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഴുവൻ അരിഭക്ഷണമാണ്, പക്ഷേ ചോറ് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് പുട്ട് കഴിച്ചു, വൈകുന്നേരം ഗോതമ്പത്തിൻ്റെ കഞ്ഞി കുടിച്ചു, ഒരു പഴവും കഴിച്ചതിന് ശേഷം നന്നായിട്ട് പല്ലും തേച്ച് ഞാൻ കോട്ടയിൽ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. മേമയും ഉണ്ടായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കൃഷ്ണേട്ടൻ്റെ വണ്ടിയും വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ താലപ്പൊലി എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നോൽമ്പിലായിരുന്നു. നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനുള്ളത്. ഇവിടുത്തെ ഒരു ചടങ്ങാണത്രേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് താലപ്പൊലി എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ എടുക്കുന്ന രീതികളൊക്കെ എനിക്ക് പുതുമ നിറഞ്ഞതായിരുന്നു. അവിടെ അമ്പലത്തിൻ്റെ അവിടെ വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുന്ന് എല്ലാവരും ഓടി അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ തുടങ്ങാറായിട്ടില്ല, രാത്രിയിലാണ്. രാത്രി 12 മണി 1 മണിയൊക്കെ ആവും താലപ്പൊലി തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ നിന്ന് ആളുകളുണ്ടായിരുന്നില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. മഴ ഇങ്ങനെ ചെറുതായിട്ട് തുള്ളിയിട്ടപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു കേട്ടോ. പക്ഷേ ഇതുവരെ നമുക്ക് താലപ്പൊലിയുടെ സമയത്ത് മഴ പെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരി നിറച്ചു. അതിനുശേഷം ഇവർ എന്തൊക്കെയോ പറയുന്നത് വെച്ചാൽ അതുപോലെ ഞാനും ഓരോ സാധനങ്ങളൊക്കെ ചെയ്തു. ഒക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. തിരിയൊക്കെ തിരിച്ച് എല്ലാം റെഡിയാക്കി. ഇത് അരിത്താലപ്പൊലി ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞറിയാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ താലപ്പൊലി ഗ്രൗണ്ടിൽ നിന്നാണ് തുടങ്ങുക. എന്നിട്ട് കോട്ടയിൽ അമ്പലത്തിൽ അതുവരെ നമ്മൾ ഓടി ആരാണോ ആദ്യം എത്തുന്നത് എന്നാണ് ഈ താലപ്പൊലിക്കുള്ള പ്രത്യേകത. അപ്പം കോട്ട അമ്പലം ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ടല്ലേ, നിറം കൈത കോട്ട കേട്ടോ. മലബാറിലെ ഉത്സവങ്ങളിലേക്കും വെച്ച് ഈ കോട്ട അമ്പലത്തിലെ ഉത്സവത്തിന് എന്താ പ്രത്യേകത എന്നറിയോ? ഇവിടുത്തെ വെടിക്കെട്ടാണ്. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിയൊക്കെ ആവും താലപ്പൊലി തുടങ്ങാൻ വേണ്ടിയിട്ട്. പുലർച്ചെ താലപ്പൊലിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് കാണാൻ തന്നെ ഇഷ്ടം പോലെ ആളുകൾ എത്തും കേട്ടോ. അങ്ങനെ എന്താ താലപ്പൊലീൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വിളക്കിനൊക്കെ തിരി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ആന വരും. ആന വന്ന് ഭഗവതീനെ തൊഴുതതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുക. താലപ്പൊലിപ്പറമ്പിൽ നിന്ന് നമ്മൾ മേൽക്കോട്ട വരെ ഓടി എത്തണേ. അപ്പം ഈ ഓടുന്ന കൂട്ടത്തിൽ അമ്മമാരും വയസ്സായിട്ടുള്ള മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അവർക്കൊക്കെ ഒരു ഹരമാണ് അവിടെ ഓടി എത്തുക എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് താലപ്പൊലി എടുക്കുന്നത്, പക്ഷേ എനിക്ക് ഇപ്രാവശ്യം എടുത്തപ്പോൾ അടുത്ത പ്രാവശ്യം എടുക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. രസമായി. പുലർച്ചെ 2 മണിയൊക്കെ ആയിട്ടോ താലപ്പൊലി കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓടി നമ്മളിതാ മേൽക്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഓടുന്ന വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം കേട്ടോ.